അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, വളരെ ദുഃഖകരമായൊരു വാർത്തയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. യൂനുസ് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ സുഹൃത്തുക്കളെ കൂടെ വലിയ സന്തോഷത്തിൽ ചിരിച്ചും കളിച്ചും രസിച്ചു. അങ്ങനെ ഈ യൂനുസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് പോയതാണ്. അള്ളാഹുവിൻ്റെ ഒരു വിധി നോക്കണം. അപ്പോൾ ഈ മരണങ്ങളെല്ലാം നമുക്ക് വലിയ പാഠങ്ങളാണ്. കാരണം മനുഷ്യൻ്റെ അവസ്ഥ എത്ര ഖുലിഖൽ ഇൻസാന ദഈഫ, എത്ര മനുഷ്യൻ എത്ര നിസ്സാരമാണ് അല്ലേ. യൗവനം അല്ലേ, നല്ല ചെറുപ്പക്കാരനാണ്. എത്ര ആളാണ് ആരോഗ്യമുള്ളവർ. ചെറുപ്പക്കാരൻ തൻ്റെ സുഹൃത്തുക്കൾ പറയുന്നു, ഇപ്പോഴാണ് നമ്മുടെ കൂടെ ചിരിച്ച് കളിച്ച് നല്ല സന്തോഷത്തിൽ വീട്ടിലേക്ക് പോയതാണ്. വീട്ടിലേക്ക് പോയി എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വീട്ടിൽ പോയി ഒന്ന് കുഴഞ്ഞു വീണു. പിന്നെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. യാ അല്ലാഹ്, ഇത് എങ്ങനെ ആ കുടുംബം സഹിക്കും? ഇതേ അവസ്ഥയല്ല പ്രിയമുള്ളവരെ നാളെ നമ്മുടേതും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. യൂനുസ് എന്ന് പറയുന്ന കൃഷ്ണാപുര 7 ബ്ലോക്കിലെ ഈ ചെറുപ്പക്കാരൻ്റെ ഈ മരണ വാർത്ത കേട്ടപ്പോൾ വല്ലാത്ത വേദനയായി. കാരണം മനുഷ്യൻ മനുഷ്യൻ്റെ ഒരു അവസ്ഥ ഇതൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നും എപ്പോഴും നാം മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം എന്നതിൻ്റെ ഒരു സൂചനയാണ്. ഇത് അള്ളാഹു നമുക്ക് കാണിക്കുന്നൊരു പാഠമാണ്. ഇത് കണ്ടും നാം ഉൾക്കൊണ്ടില്ല എങ്കിൽ നാം ഒരിക്കലും, എൻ്റെ പ്രിയപ്പെട്ടവർ, എത്ര മരണങ്ങൾ കാണുന്നു. മരണ വീട്ടിൽ പോയിട്ട് പോലും മയ്യത്ത് മറമാടുന്ന സമയത്ത് പോലും ഒരു വേദനയില്ലാതെ അവിടെ എന്തെങ്കിലും തമാശകൾ പറയുന്ന ചില ആളുകളൊക്കെ കാണാം. മരണ വീട്ടിൽ പോയിട്ടൊക്കെ അവർക്കതൊന്നും പ്രശ്നമല്ല. മരിച്ചാൽ ചോദിക്കും, എന്താ ജോലി, എപ്പോഴാണ്, പിന്നെ മക്കളെവിടെ, ഭാര്യ, എങ്ങനെ, ആ സുഖവിവരങ്ങളാണ്. ഈ മരിച്ച ആളെക്കുറിച്ചിട്ട് ഇയാൾ ഖബറിൽ ഒറ്റക്കാണ് എന്നുള്ളത് ഒന്നുമില്ലല്ലോ. കാരണം ഇങ്ങനെ ആണെങ്കിൽ മരണം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണെങ്കിൽ നാം എന്നും ഒരുങ്ങിയിരിക്കണം. കാരണം നമുക്ക് എത്ര ബാധ്യതകളുണ്ട്. ഒരുപാട് കടമുള്ളവരാണ് നാം. അതുപോലെ സാമ്പത്തികമായ ഒരുപാട് കടങ്ങൾ, അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ കുടുംബത്തിനും ഒരുപാട് പിണക്കങ്ങളൊക്കെ നമ്മിലുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ പെട്ടെന്നാണ് പിണക്കമുള്ളവരായിട്ട് നാം മരണപ്പെട്ടാലോ, കടക്കാരായിട്ട് നാം മരണപ്പെട്ടാലോ, അതോടുകൂടി തീർന്നില്ല നമ്മുടെ പരലോക ജീവിതം എന്തായിരിക്കും. അതുകൊണ്ട് ആരോടും പിണക്കമില്ലാത്ത, എല്ലാവരുടെ സ്നേഹത്തോട് സന്തോഷത്തോട് അഹങ്കാരം എന്തിനാണ് ഈ അഹങ്കാരം, മറ്റുള്ളവരുടെ മുമ്പിൽ അസൂയും, ഇതെല്ലാം ഈ ഒരു മരണം നോക്കേണ്ട പ്രിയപ്പെട്ടവരെ. ഒരാൾക്കെങ്കിലും അഹങ്കാരം തോന്നുമോ? എല്ലാം തീർന്നില്ല. മരിച്ച ആരുടെ മണ്ണിൽ കൊണ്ടുപോയി തന്നെ വെക്കുമ്പോൾ എന്താണ് പിന്നെ നിനക്കുള്ളത്? നിനക്കവിടെ രക്ഷപ്പെടാനുള്ള ഒന്നേ ഒന്ന്, നീ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല യൂനുസ് എന്ന ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അള്ളാഹു പൊറുത്തു കൊടുക്കട്ടെ, ഖബർ അള്ളാഹു വിശാലമാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീഡിയോയിൽ വരാൻ കാരണം ആ മരണ വാർത്ത തൻ്റെ സുഹൃത്ത് പറയുകയാണ്, ഇപ്പോഴാണ് ഇവിടെ ഉണ്ടായിരുന്നത്, പെട്ടെന്ന് പോയി മരണപ്പെട്ടു എന്നുള്ളത്. കാരണം വളരെ വേദനയോട് കൂടിയാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ യൂനുസ് എന്ന ചെറുപ്പക്കാരന് ദുആ ചെയ്യുക. ഇതൊക്കെ അള്ളാഹു നമുക്ക് കാണിക്കുന്ന ഓരോ പാഠങ്ങളാണ്. എന്നും മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക. കടങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടി, പിന്നെ മനുഷ്യരുമായിട്ടുള്ള എന്തെങ്കിലും ഹക്ക് ഇടപാടുകളുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് തൗബ ചെയ്ത് എന്നും ആ മരണത്തെ പ്രതീക്ഷിച്ചു കൊണ്ട് ജീവിക്കുക. കാരണം നാളെ പരലോകം ജീവിതം എന്നുള്ളത് ശാശ്വതമാണ്. കാരണം ഇത് സ്കൂൾ പരീക്ഷ എഴുതുന്നത് പോലെയല്ല. പരീക്ഷയിൽ ഒരു പ്രാവശ്യം തോറ്റാൽ വീണ്ടും നമുക്ക് എഴുതാനുള്ള അവസരങ്ങളുണ്ട്. മരണത്ത് ഒരിക്കലേ അത് പരീക്ഷ ഉണ്ടാവുകയുള്ളൂ. അതിൽ വിജയിക്കൽ നിർബന്ധമാണ്. അതിൽ തോറ്റാൽ അത് വല്ലാത്തൊരു തോൽവിയാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല മരണനേരം വിജയിക്കുന്ന മുത്തുമോമിനുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു യൂനുസിൻ്റെ ബർസഖിയായ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ രഹസ്യമായി പരസ്യമായി വല്ല പാപങ്ങൾ വന്നു പോയിട്ടെങ്കിൽ സർവ്വതും അള്ളാഹു പൊറുത്തു കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.